ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ യഥാവിധി സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ജീവിതം നിലനിർത്തണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉത്ബോധിപ്പിക്കുകയാണ്. ബഹുമാന്യരെ, ഇസ്ലാമിലെ വിശ്വാസകാര്യങ്ങളിൽ ഏറ്റവും പ്രഥമമായത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ് എന്ന് നമുക്കറിയാം. മനുഷ്യൻ ബഹുഭൂരിപക്ഷവും ഏതു കാലത്തും വിശ്വാസികളായിരുന്നു. അത്ഭുതം തോന്നിപ്പിക്കുന്നതും ഭയപ്പാടുണ്ടാക്കുന്നതുമായി കാണുന്ന തീ, കാറ്റ് തുടങ്ങിയവയൊക്കെ മനുഷ്യൻ ദൈവമായി കണ്ടിരുന്നതാണ്. അത്തരം അന്ധവിശ്വാസങ്ങൾക്കും ബുദ്ധി ശരിക്കുപയോഗിക്കാതെ എല്ലാം യാദൃശ്ചികമായി ഉണ്ടായതാണ്, സംഭവിക്കുന്നതാണ് എന്ന ഉപരിപ്ലവമായ തെറ്റായ യുക്തിക്കും മധ്യേയാണ് ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല എന്ന് നിഷേധിച്ചുകൊണ്ട്, എല്ലാറ്റിനെയും നിഷേധിച്ചുകൊണ്ട്, എല്ലാ ആരാധ്യ വസ്തുക്കളെയും നിഷേധിച്ചുകൊണ്ട് അല്ലാഹു അല്ലാതെ എന്ന ഏകദൈവത്തെ ആരാധനക്കർഹനായി ഇസ്ലാം പ്രതിഷ്ഠിക്കുന്നത്. ഈ അല്ലാഹു, ഏകദൈവം, ആദ്യ മനുഷ്യന്റെ അടിസ്ഥാന വിശ്വാസം തന്നെ ഏകദൈവ വിശ്വാസമായിരുന്നു. എന്നാൽ പിന്നീട് ഈ ഏകനായ ദൈവം അപ്രാപ്യനായി നമ്മിൽ നിന്ന് വിട്ട് പാപികളായ നമ്മളെ പരിഗണിക്കാത്ത വിധത്തിൽ ദൂരെ നിൽക്കുന്നതാണ് എന്നുള്ള രൂപത്തിലാണ് അവനിലേക്ക് അടുപ്പിക്കുവാനും ഒക്കെ ഈ കണ്ട ശക്തികളെയൊക്കെ മനുഷ്യൻ ആരാധനയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണ് കാലാന്തരത്തിൽ ബഹുദൈവ വിശ്വാസം ഉടലെടുത്തത്. ആദം നബി ഏകദൈവ വിശ്വാസമായിരുന്നു പഠിപ്പിച്ചത്. ആദം നബിയുടെ സമൂഹം പല തെറ്റുകളും ചെയ്തു. ഒരു മകൻ ഹാബീൽ എന്ന മകൻ കാബീൽ എന്ന മകൻ ഹാബീൽ എന്ന മകനെ കൊന്നു. അപ്പോഴൊന്നും മറ്റൊരു പ്രവാചകൻ വന്നിട്ടില്ല. സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറയുന്നത് ഫബഅസല്ലാഹു ഖുറാബൻ എന്നാണ്. അപ്പോൾ എന്താണോ മനുഷ്യന്, ആ മനുഷ്യന്റെ മൃതശരീരം എങ്ങനെ മറവ് ചെയ്യണമെന്നറിയാത്ത മനുഷ്യനെ അത് പഠിപ്പിക്കാൻ ഫബഅസല്ലാഹു ഖുറാബൻ, ഒരു കാക്കയെ അയച്ചു എന്നാണ്. അങ്ങനെ ആദം നബിയുടെ സമൂഹം ആദം നബിയുടെ കാലം കഴിഞ്ഞു പോയി. ആ സമൂഹത്തിൽ പിന്നെയും ചില തെറ്റായ വിശ്വാസങ്ങൾ, തെറ്റായ ആചാരങ്ങളൊക്കെ വന്നു. തെറ്റായ ചില ജീവിത രീതികൾ അവർ കണ്ടു. അപ്പോൾ സമൂഹത്തിലെ ചില നല്ല ആളുകൾ അവരെ ഉപദേശിച്ചു. അങ്ങനെ അവർ നന്നായി. കാലം പിന്നെയും മുന്നോട്ട് പോയി. ആ നല്ലത് ഉപദേശിച്ച ആളുകളൊക്കെ മരിച്ചുപോയി. വീണ്ടും ആ സമൂഹത്തിൽ തെറ്റായ പല രീതികളും ഉടലെടുത്തു. അപ്പോൾ ആളുകൾ ചോദിച്ചു, ചർച്ച ചെയ്തു,
എങ്ങനെയാണ് ഈ ആളുകളെ നന്മയിലേക്ക് നയിക്കാൻ എന്താണ് ഒരു വഴി? അപ്പൊ ചില ആളുകൾ പറഞ്ഞു, കുറച്ച് ആളുകൾ, നല്ല ആളുകൾ അവരെ ഉപദേശിച്ചിരുന്നു, അവരൊക്കെ മരിച്ചു പോയതാണ്. അവരുടെ ഓർമ്മ നിലനിന്നാൽ ഒരു പക്ഷേ ആളുകൾ നന്നാവും. ഓർമ്മ നിലനിർത്താൻ എന്തുണ്ട് വഴി എന്നാലോചിച്ചപ്പോൾ അവരോട് പിശാച് ഉപദേശിച്ചത് അവരുടെ രൂപമുണ്ടാക്കി വെക്കാമെന്നാണ്. ആദ്യത്തിലൊന്നും ഒരു ആരാധനക്കായിരുന്നില്ല, അവരുടെ ഓർമ്മ നിലനിൽക്കണം. നമുക്കറിയാം, കോഴിക്കോട് പോലെയുള്ള പട്ടണങ്ങളിൽ KP കേശവമേനോന്റെയും SK പൊറ്റക്കാടിന്റെയും ഒക്കെ പ്രതിമകൾ നമുക്ക് കാണാം. അവര് ഉണ്ടായ കാലത്ത് അവർ വിഹരിക്കുന്ന മേഖലയിൽ അവർ ആർജിച്ച പ്രാവീണ്യം അതൊരു പ്രചോദനമാക്കി കണ്ട് ആ മാർഗത്തിൽ എനിക്ക് മുന്നേറണമെന്ന പ്രചോദനം മനുഷ്യർക്ക് അവരുടെ ഓർമ്മ നിലനിർത്താനാണ് ആ പ്രതിമകൾ. അതുപോലെ ആദം നബിയുടെ സമൂഹത്തിൽ ഇങ്ങനെ മരിച്ചുപോയ ചില ആളുകളുടെ, നല്ല ആളുകളുടെ പ്രതിമയുണ്ടാക്കി വെച്ചു. ആദ്യമൊന്നും ആരാധന ഉയർന്നില്ല, ആ സമൂഹവും മരിച്ചുപോയി. വീണ്ടും വന്ന സമൂഹത്തിൽ അവർ കണ്ടു കുറെ ആളുകൾ മരിച്ചുപോയി. പക്ഷേ ചില ആളുകളുടെ പ്രതിമകൾ മാത്രം ഇവിടെ നിൽക്കുന്നു. എന്തിനായിരിക്കാം അത്? അവരോട് പ്രാർത്ഥിക്കാനായിരിക്കും, നമ്മുടെ ദുഃഖങ്ങൾ അവരോട് പങ്കുവെക്കാനായിരിക്കുമെന്ന് പിശാചി അവരെ തോന്നിപ്പിച്ചു. അങ്ങനെ അള്ളാഹുവിനോടല്ലാതെ മറ്റൊരു പ്രാർത്ഥന മുഴങ്ങിയപ്പോൾ അതാ വരുന്നു നൂഹ് നബി അലൈഹിസ്സലാം. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, യാ ഖൗം ഉഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറഹു. എന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, നിങ്ങൾക്ക് മറ്റൊരു ആരാധ്യനില്ല എന്ന് നൂഹ് നബി അവരെ ഉപദേശിച്ചു. ഇങ്ങനെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് വഴുതിപ്പോയ മനുഷ്യരെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു കലാകാലങ്ങളിൽ വന്ന പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും ഒക്കെ ചെയ്തത്. ജീവിതത്തിൽ നമുക്കൊക്കെ അനുവർത്തിക്കാൻ, മനുഷ്യരായ നമുക്കൊക്കെ അനുവർത്തിക്കാൻ പറ്റുന്ന നിയമങ്ങൾ തന്നെയാണ് ഇസ്ലാമിലുള്ളത് എന്ന് പഠിപ്പിക്കാനാണ് മനുഷ്യരായ പ്രവാചകന്മാരെ തന്നെ അള്ളാഹു നിയോഗിച്ചത്. നമ്മൾ സാധാരണ വെള്ളിയാഴ്ച ഓതാറുള്ള സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ വചനം, ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹും ഇലാഹും വാഹിദ്. അള്ളാഹുവിന്റെ പ്രവാചകനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയുവാൻ വേണ്ടി പറയുകയാണ്, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ് എന്ന് എനിക്ക് വഹി നൽകപ്പെടുന്നു എന്ന പ്രത്യേകത മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ പ്രവാചകന്മാരിൽ നിന്നും ദിവ്യ ശക്തിയുള്ളവരല്ല, അവരൊക്കെ നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരായിരുന്നു. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനൊരു ദൈവത്തിന്റെ ആവശ്യമുണ്ടോ എന്നാണ്. ശൂന്യതയിൽ സ്വയം ഒന്നിനും നിലവിൽ വരാൻ സാധ്യമല്ല. പ്രപഞ്ചം തന്നെ സ്വയംഭൂവാണെന്നും അത് എന്നെന്നും ഉണ്ടായിരിക്കും എന്നൊക്കെയുള്ള വാദങ്ങൾ ശാസ്ത്രം തന്നെ തള്ളിക്കളയുന്നുണ്ട്. ഒരു മുട്ടുസൂചി പോലും സ്വയമേ ഉണ്ടായി വരില്ല. ഒരു പരമാണുവിന് പോലും സ്വയമേ നിലനിൽക്കാൻ സാധ്യമല്ല. ഓരോ അണുവിനും ആന്തരികമായ ഘടനകളും ചലനങ്ങളും അതിസങ്കീർണമായ ചലനങ്ങളാണ് ഓരോ അണുവിൽ പോലും ഉള്ളത്. ഒരു ബാക്ടീരിയയിൽ പോലും നമുക്ക് സാധാരണ സ്കോപ്പ് പോലും കൊണ്ടും കാണാനാവാത്ത ഒരു ബാക്ടീരിയയുടെ ഉള്ളിൽ പോലും അതിസങ്കീർണമായ വ്യവസ്ഥകളാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം, മനുഷ്യ നിർമ്മിതമായ മോട്ടോറിനെ അതിവെല്ലുന്ന ഫ്ലാജെല്ല എന്നൊരു സംവിധാനം ബാക്ടീരിയയിൽ കാണാൻ സാധിക്കും. നമ്മൾ മോട്ടോർ ഉണ്ടാക്കിയാൽ, അതിന്റെ പല ഘടകങ്ങൾ ഉണ്ടാക്കിയാൽ അതിങ്ങനെ യോജിപ്പിച്ചുകൊണ്ടാണ് മോട്ടോറായി പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് ആ ഇൽമ് ഉള്ളത് കൊണ്ടാണ്. ഈ ഇൽമൊന്നുമില്ലാത്ത ബാക്ടീരിയ എങ്ങനെയാണ് ഈ ഫ്ലാജെല്ല എന്ന ഘടകത്തെ സംയോജിപ്പിച്ചുകൊണ്ട് അതിന്റെ പ്രവൃത്തി എടുക്കുന്നത്? ആലോചിക്കേണ്ടതാണ്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ആലോചിക്കുന്ന മനുഷ്യൻ അതിനപ്പുറത്തേക്കുള്ള ഒരു കാരണത്തെ തേടുന്നുണ്ട്. ഒരു കാര്യം കണ്ടാൽ അതിന്റെ പിന്നിലുള്ള ഒരു കാരണം കണ്ടെത്താനുള്ള ബുദ്ധിയാണ്, സ്വാഭാവികമായ യുക്തിയാണ് നമുക്കുള്ളത്. ഒരു മേശ അവിടെ കണ്ടാൽ അതുണ്ടാക്കിയ ഒരു ആശാരിയെ നമ്മൾ സങ്കല്പിക്കുന്നുണ്ട്. ഒരു ശില്പമുണ്ടെങ്കിൽ കരിങ്കല്ലിൽ നിന്ന്, മരത്തിൽ നിന്ന് ആ ശില്പം എടുത്തെടുത്ത ഒരു ശില്പിയെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ അതുപോലെ ലക്ഷണങ്ങളിൽ നിന്ന് അതിന്റെ ഫലം കണ്ടെത്താനുള്ള ഒരു കഴിവും ദൈവാസ്തിത്വത്തെ സൂചിപ്പിക്കുന്ന മനുഷ്യന്റെ
ആലോചനയിൽപ്പെടുന്നതാണ്. ആകാശത്ത് കാർമേഘം കണ്ടാൽ നമ്മളൊക്കെ പറയാറുണ്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന്. ഒരു കാരണം കണ്ടാൽ അതിന്റെ ഫലം ഇന്നതുണ്ടാവുമെന്ന് ആലോചിക്കാൻ മനുഷ്യന് കഴിയും. അതുപോലെ ഈ ഇഹലോകവും ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല എന്ന് മനുഷ്യബുദ്ധി നമ്മളോട് പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? ഗർഭത്തിലുള്ള ഒരു ശിശു, അതിന് വായുണ്ട്, കാലുണ്ട്, കൈയുണ്ട്. പക്ഷെ നമുക്കറിയാം ഗർഭസ്ഥലുള്ള ഒരു ശിശു വായു കൊണ്ടല്ല ഭക്ഷണം കഴിക്കുന്നത്, കാലുകൊണ്ട് അത് നടക്കുന്നില്ല, കൈകൊണ്ടത് മറ്റു പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ല. അതിന്റെ ഭക്ഷണം പൊക്കിൾ കൊടിയിലൂടെ അമ്മ കഴിക്കുന്ന ഭക്ഷണമാണ് അതിന് ലഭിക്കുന്നത്. അപ്പോ ഗർഭത്തിലുള്ള ഈ ശിശുവിനോട് ഒരാൾ പോയി പറയാണ്, ഇത് നീ കഴിക്കുന്ന ലോകമല്ല ലോകം, മറ്റൊരു ലോകം വരാനുണ്ട്. അവിടെ വാഹനങ്ങളുണ്ട്, ആളുകളുണ്ട്, ശബ്ദമുണ്ട്, വൃക്ഷങ്ങളുണ്ട്, പുഴകളുണ്ട്, മരങ്ങളുണ്ട്, മഴയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ലക്ഷണവും കാണുന്നില്ലല്ലോ, അതിൻ്റെ ഒരു ശബ്ദവും ഞാൻ കേൾക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലെയാണ്. ആ ഗർഭസ്ഥ ശിശുവിനോട് പറയുകയാണ്, നിന്റെ കൈകള് ഇവിടുന്ന് ഉപയോഗിക്കാനല്ല, നിന്റെ വായ ഇവിടുന്ന് ഉപയോഗിക്കാനല്ല, നീ ഈ വായയിലൂടെ പിന്നെ ഭക്ഷണം കഴിക്കും എന്നൊക്കെ പറയുമ്പോൾ ആ ശിശുവിനെ എങ്ങനെയാണോ വിശ്വസിക്കാനാവാത്തത്? അതുപോലെയാണ് മറ്റൊരു മനുഷ്യനുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കും വിശ്വസിക്കാനാവാത്തത്. കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിന് എത്രയോ അപ്പുറത്താണ്. 30 കിലോമീറ്റർ ഒന്ന് എന്ന് നമ്മൾ എണ്ണുമ്പോഴേക്ക് 30 കിലോമീറ്റർ ഈ ഭൂമി നമ്മളെയുമായി സഞ്ചരിക്കുന്നു. നമുക്ക് ആലോചിക്കാനാവുമോ അത്? 230 കിലോമീറ്റർ ഒന്ന് എന്ന് എണ്ണുമ്പോഴേക്കും സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ ഭൂമിക്ക് അന്തർഭാഗത്ത് 6371 ഏകദേശം 6500 കിലോമീറ്റർക്ക് അപ്പുറം അതിന്റെ അരക്കാമ്പിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ലാവകളും ഗന്ധക കല്ലുകളും തിളച്ചു മറിയുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാനാവും. ഇവിടെ സ്വച്ഛമായി വിഹരിക്കുന്ന നമ്മൾക്ക് ഒരു പക്ഷേ മനുഷ്യനത് ആലോചിക്കാൻ പറ്റില്ല. ഒരു ഫ്ലൈറ്റ് എടുത്ത് പോവുകയാണെങ്കിൽ തന്നെ 6371 കിലോമീറ്റർ ഭൂമിയുടെ അന്തർഭാഗത്തേക്കുള്ള ദൂരമുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അപ്പുറത്തെ ആണ് പ്രപഞ്ചത്തിലുള്ള പല കാര്യങ്ങളും. എന്തിന്? ഒരു ചൂണ്ടിവിരൽ എത്ര ചെറുതാണത്, എത്രമാത്രം ചെറുതാണ് ഈ വിരൽ തുമ്പുകൾ. അതുകൊണ്ട് നുറുമ്പിയ എല്ലുകള് മനുഷ്യൻ ഈ മണ്ണിലങ്ങ് ലയിച്ചു പോയാൽ വീണ്ടും ഈ നുറുമ്പിയ എല്ലുകളെ ഒന്നാക്കി എന്നാണോ നിന്റെ ദൈവം ഒന്നാക്കുമെന്നാണോ എന്നാണോ പറയുന്നത് എന്ന് ചോദിച്ച മുഹമ്മദ് എന്ന് ചോദിച്ച മുശ്രിക്കുകളോട് അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത് ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, നുറുമ്പിയ എല്ലുകളെയല്ല, അവരുടെ വിരൽ തുമ്പുകളെ സംവിധാനിച്ചവനാണ് അവൻ. നമ്മുടെ ഒരു വ്യക്തിയെ കണ്ടെത്തുന്നിടത്ത് ഈ വിരൽ തുമ്പുകൾക്കുള്ള സ്വാധീനം, അതിന്റെ പഠനം ശാസ്ത്രത്തിൽ തന്നെ എത്ര വലുതാണെന്ന് നമുക്കറിയാം. ഒരു തലമുടി, നമ്മുടെ ഒരു തലമുടി, അതിന്റെ DNA പരിശോധിച്ചാൽ മരിച്ചുപോയ കോടി മനുഷ്യരുടെ, ഇപ്പോൾ ജീവിച്ച് കൊണ്ടിരിക്കുന്ന 800 കോടി മനുഷ്യർ, ഇനി ജനിക്കാനിരിക്കുന്ന അനേക കോടി മനുഷ്യരിൽ നിന്നും ഇത് ജമാലിൻ്റെതാണ്, ഇത് നാസർക്കായുടേതാണ് എന്ന് തിരിച്ചറിയാൻ ഈ തലമുടി പരിശോധിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ഏതോ ഒരു ശക്തി ഇതൊക്കെ സംവിധാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് സ്വാഭാവിക മനുഷ്യ ബുദ്ധിക്ക് സാധിക്കുക. ശരീരത്തിന്റെ ഗന്ധം പോലും വ്യത്യസ്തമാണ്, രക്തത്തിന്റെ സ്വഭാവം വ്യത്യസ്തമാണ്. Every single human being has a unique biological identification code എന്നാണ് ഈ ഇറ്റേണൽ മിറാക്കിളിനെ കുറിച്ച് ഈ അത്ഭുതകരമായ വ്യവസ്ഥയെ കുറിച്ച് ചില ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു എലിക്കൂട്, അതിൽ കുറച്ച് ഭക്ഷണം വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ എലിക്കുഞ്ഞ് അതിലേക്ക് ഇങ്ങനെ ഓടിപ്പോവുകയാണ്. ഇത് കണ്ട ഒരു തള്ളേലി പറഞ്ഞു, മോനെ ആ ഭക്ഷണം പോയി കഴിക്കല്ലേ, ആ ഭക്ഷണം കഴിച്ചാൽ നീ അതിൽ കടിക്കുന്ന നിമിഷം ആ കൂട് അടയും, നീ അതിനുള്ളിൽ കുടുങ്ങും.
അത് അവിടെ വെച്ച ചില ആളുകളുണ്ട് ഈ വീട്ടിൽ. ആ ഗൃഹനാഥൻ ഈ ഒച്ച കേട്ട് വരും. നീ അതിൽ കുടുങ്ങിയത് കണ്ടാൽ അവർ കുട്ടികളെ വിളിക്കും. എലി കുടുങ്ങിയത് കണ്ട് കുട്ടികൾ ആർത്തട്ടഹസിച്ചിരിക്കും. ഈ ഗൃഹനാഥൻ ഒരു വടി കൊണ്ട് നിന്നെ കൊണ്ടുവന്ന് കുത്തും. അപ്പോ നീ വേദന കൊണ്ട് പുളയും. അപ്പോഴൊക്കെ അവർ ചിരിക്കുകയാണ് ചെയ്യുക എന്ന് പറയും. എനിക്ക് ഞാൻ കണ്ട തേങ്ങാപ്പൂള് തട്ടിയെടുക്കാൻ നീ കണ്ട വിദ്യയാണല്ലേ കഥയില്ലാ കഥകൾ പറയുന്നത്. എവിടെ? അങ്ങനെ ഒരു ഗൃഹനാഥനെ ഞാൻ കാണുന്നില്ലല്ലോ. അങ്ങനെ കുട്ടികളുടെ ശബ്ദമൊന്നും ഞാൻ കേൾക്കുന്നില്ലല്ലോ. എന്റെ ഈ തേങ്ങാപ്പൂള് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നീ ഇത് പറയുന്നത് എന്ന് തള്ള എലിയോട് കുട്ടി എലി ചോദിക്കുന്നത് പോലെയാണ് ഇതിനപ്പുറം ഒരു ലോകമുണ്ട് എന്ന് പറയുമ്പോൾ ചിലർ പ്രതികരിക്കുന്നത്. നമ്മള് ഗർഭസ്ഥ ശിശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ജനിക്കുന്ന ഇടം തൊട്ടാണ് രണ്ടാം ഘട്ടം മനുഷ്യ ജീവിതത്തിൽ ആരംഭിക്കുന്നത്. ഇവിടെ ഈ ലോകമാണ് മനുഷ്യ ജീവിതത്തിന്റെ രണ്ടാം ഘട്ടം. ഗർഭസ്ഥ ഘട്ടം കഴിഞ്ഞാൽ ഈ ഏലോകത്തിന്റെ ഘട്ടമാണ് രണ്ടാം ഘട്ടം. ഇവിടെ കുറെ ആളുകൾ നല്ലത് ചെയ്യുന്നു, കുറെ ആളുകൾ തോന്നിയ മാതിരി തോന്നിയാസം ചെയ്ത് ജീവിക്കുന്നു. നേരത്തെ പറഞ്ഞ യുക്തി കൊണ്ട് തന്നെ നമ്മൾ സൽക്കർമ്മികൾക്ക്, നല്ല കാര്യം ചെയ്യുന്നവർക്ക് രക്ഷ കിട്ടണമെന്നും ചീത്ത കാര്യം ചെയ്യുന്നവർക്ക് ശിക്ഷ കിട്ടണമെന്നുമാണ് മനുഷ്യബുദ്ധി നമ്മളോട് പറയുക. നിരപരാധിയായ ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെട്ടാൽ ഗസയിലെ അനേക കാര്യങ്ങൾ എതിർക്കാനാവാതെ പട്ടിണി കിടന്നും ബോംബ് വർഷം കൊണ്ടും അവർ മരിക്കുകയും അവരുടെ കെട്ടിടങ്ങൾ തകരും ചെയ്യുമ്പോൾ അവർക്ക് നീതി കിട്ടേണ്ട ഒരു വ്യവസ്ഥ വേണമെന്ന് സാധാരണ ബുദ്ധി നമ്മളോട് പറയുന്നു. ഈ ലോകത്ത് ഒരു കോടതി കുറ്റമറ്റതല്ല. ഒരു ക്രമസമാധാന പോലീസ് സംവിധാനവും കറപ്ഷന് അതീതമല്ല. നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം ഉണ്ടല്ലോ, ഒരാളെ കൊന്നാല് അയാളെ തിരിച്ചു കൊന്നാൽ നീതിയാണ്. അതുപോലും നീതിയല്ല ശരിക്കും. ഒരു അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് ഒരു 4-5 മക്കളുള്ള ഒരാളെ കൊന്നതെങ്കിൽ തിരിച്ച് നമുക്ക് ചെയ്യാനാവുക ആ അങ്ങാടിയിൽ അലഞ്ഞു നടക്കുന്ന മനുഷ്യനെ കൊല്ലുക എന്നതാണല്ലോ. അത് ശരിക്കും നീതിയാണോ? ഈ 4-5 കുട്ടികളുടെയും ഒരു കുടുംബത്തിന്റെയും ജീവിതമാണ് ഇവിടെ തകരുന്നത്, താളമറിയുന്നത്. ആ മനുഷ്യനെ കൊന്നാൽ ആ മനുഷ്യന് മാത്രമേ എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ളൂ. അപ്പോ അതുപോലും നീതിയല്ല. അങ്ങനെയാണെങ്കിൽ ഒരു 100 പേരെ കൊന്ന, അത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്, ആ വീട് കത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ട് അവിടെ ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു മനുഷ്യൻ അതിലേക്ക് ഓടിക്കയറുന്നു. ഗൃഹനാഥനെയും കുട്ടികളെയും ഗൃഹനാഥയെയും ഒക്കെ രക്ഷിക്കുന്നു. പക്ഷേ അതിനിടയ്ക്ക് എന്തോ വീണ് ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആ രക്ഷിക്കാൻ കയറിയ ആൾക്ക് പുറത്തിറങ്ങാനാവാതെ അയാൾ മരിച്ചു പോകുന്നു. നമ്മൾ വായിക്കുന്ന വാർത്തയാണ് ഒരു സംഭവം. അത് മറ്റൊരു മനുഷ്യൻ ഒരു വീട് കണ്ടു. ഒരു കള്ളനാണ്. കക്കാൻ വേണ്ടി അതിൽ കയറി. ഉടമസ്ഥൻ ഉണർന്നു. ഉടമസ്ഥൻ ഉണർന്ന് എതിർക്കാൻ ആഞ്ഞപ്പോൾ ഈ കള്ളൻ അയാളെ വെട്ടിക്കൊന്നു. ഈ ബഹളം കേട്ട് കുട്ടികളും ഭാര്യയും ഉണർന്നു വന്നു. അവരെ മൃഗീയമായി ആ കള്ളൻ ബലാത്സംഗം ചെയ്തു. അവിടെയുള്ള മുതലുകളുമായി സ്വത്തുമായി അയാൾ പോകുമ്പോ ഒരു പൊട്ടക്കിണറ്റിൽ വീണ് ആ കള്ളൻ ചത്തുപോയി. എന്താണ് മനുഷ്യബുദ്ധി, സാധാരണ ബുദ്ധി പറയുക? ആദ്യം മരിച്ച മനുഷ്യന് എന്തോ ഒരു നല്ല പ്രതിഫലം കിട്ടാനുണ്ട് നീതി അനുസരിച്ച്. രണ്ടാമത് മനുഷ്യന്റെയും ജീവൻ പോയതാണ്, പക്ഷെ അവനൊരു ശിക്ഷ കിട്ടാനുണ്ട് അവൻ ചെയ്ത ദുഷ്കർമ്മത്തിന്. ഇങ്ങനെ ഇത് ഒരു മരണാനന്തര ബഹുമതിയായി നൽകിയാൽ മതിയോ? മരണാനന്തര ബഹുമതിയായി നൽകിയ, അല്ലെങ്കിൽ ഒരു ശവത്തെ ശിക്ഷിച്ചാൽ മതിയോ? അതിൽ നിന്ന് എന്തോ ഒരു സത്ത് പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ ലോകത്ത് അതിനൊന്നും നീതി അനുസരിച്ച് പ്രതിഫലം നൽകാനുള്ള സ്ഥലമല്ല. അതുകൊണ്ട് പരലോകം എന്നത് മനുഷ്യബുദ്ധിയുടെ അനിവാര്യമായ താല്പര്യമാണ്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനെയും അവന് ലഭിക്കുന്ന അമ്മിഞ്ഞ പാല് പോലും, അതിൽ പോലും ദൈവാസ്തിക്യത്തിന്റെ അടയാളങ്ങളുണ്ട്. ഒരു പ്രസവിച്ച
കുഞ്ഞ് ആദ്യ ദിവസം കഴിക്കുന്ന കൊളോസ്ട്രോം എന്ന അവന്റെ ഉമ്മയുടെ മുലയിൽ നിന്ന് വരുന്ന ദ്രാവകം, മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം, അത് മതി എന്ന് ആ കുഞ്ഞിനെ അന്ന് അത് മതി എന്ന് തീരുമാനിച്ചവനാരാണ്? ഉമ്മ കഴിച്ചത് കഞ്ഞിയും പയറുമായിരിക്കാം. പക്ഷേ ഈ എളിയ മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം, കൊളോസ്ട്രോം എന്ന ദ്രാവകമാണ് ആ കുഞ്ഞിന് വേണ്ടത് എന്ന് ആ കഴിച്ച കഞ്ഞിയും പയറിൽ നിന്നും ആ ദ്രാവകം തിരിച്ചെടുത്ത് ഈ കുഞ്ഞിന് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ സംവിധാനിച്ചവൻ. ഉമ്മ അത് തന്നെയാണ് കഴിക്കുന്നത് കുറെ ദിവസം വിചാരിച്ചു. പക്ഷേ 14 ദിവസം കഴിഞ്ഞാൽ അതേ ഭക്ഷണം കഴിക്കുന്ന ഉമ്മയുടെ മുലയിൽ നിന്ന് വരുന്നത് 21 മൂലകങ്ങൾ 2 ആഴ്ച കൊണ്ട് കൂടിയ മുലപ്പാലാണ്. ആരാണ് തീരുമാനിച്ചത്? ഒരേ ഭക്ഷണം കഴിക്കുന്ന, ഒരേ പാനീയം കുടിക്കുന്ന ഉമ്മയുടെ മുലയിൽ നിന്ന് 14 ദിവസം കഴിയുമ്പോൾ ഈ കുഞ്ഞിന് 21 മൂലകങ്ങൾ കൂട്ടിയുള്ള ഭക്ഷണമാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചവനാരാണ്? അങ്ങനെ ഏത് വിധേനയും അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാനും അവനെ കണ്ടെത്താനും നമുക്ക് സാധിക്കും. അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞ് പെരുമാറാനും അവൻ വിധിച്ച വിധിയും വിലക്കുകളും സൂക്ഷിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വലിയൊരു വിഷയമാണ് നമ്മൾ പറയുന്നത്. കഴിയുന്നത്ര ചുരുക്കിയാണ് സംസാരിക്കുന്നത്. എങ്കിൽ തന്നെ ഒരു ഖുതുബയിൽ ഒതുക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. എത്തിയിടത്ത് വെച്ച് നമുക്ക് തുടരാവുന്ന വിധത്തിൽ നിർത്താവുന്നതാണ്. അപ്പോൾ നമ്മയും അഖില പ്രപഞ്ചങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഈ ഏകനാഥനെ, അള്ളാഹുവിനെ അറിയുക എന്നത് ദൈവവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ്. നമ്മുടെ ഇസ്ലാം, ഈമാന്, ഇബാദത്ത്, ജിഹാദ്, ഇതിന്റെ എല്ലാം മൗലികമായ അടിത്തറയാണ് അള്ളാഹുവിനെ അറിയുക എന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാരാധ്യനുമില്ല ഏകദൈവമായ അള്ളാഹു അല്ലാതെ എന്നതാണ് ഇസ്ലാമിന്റെ അടിത്തറ. മനുഷ്യാരംഭം മുതൽ എല്ലാ പ്രവാചകന്മാരും ഈ ആദർശമാണ് മുഖ്യമായി ജനങ്ങളെ ഉത്ബോധിപ്പിച്ചത്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരകിലവും പറഞ്ഞതിൽ ഏറ്റവും അഫ്ളലായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഏറ്റവും മൗലികവും പ്രധാനമായതുമാണ് ഇലാഹ് എന്നത്. അൽ ഇലാഹ് എന്നത് സമന്വയിപ്പിച്ചിട്ടാണ് അള്ളാഹു എന്ന വാക്കുണ്ടായത്. അള്ളാഹു എന്നത് മുസ്ലിങ്ങളുടെ ദൈവത്തിന്റെ പേരല്ല എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഇതൊരു ആളോട് പറയേണ്ട ആളാണല്ലോ. അപ്പൊ അള്ളാഹു എന്നത് മുസ്ലിങ്ങളുടെ ദൈവത്തിന്റെ പേരല്ല എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മള് പാരായണം തുടങ്ങുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ റബ്ബുൽ ആലമീൻ എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സർവ്വലോകങ്ങളുടെയും രക്ഷിതാവ് എന്നാണ്. ഇങ്ങനെ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ പ്രപഞ്ചനാഥന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു എന്നത്. ഗോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. പരമേശ്വരൻ എന്നോ ഹിരണ്യഗർഭനോ എന്നോ ഒക്കെ പുരാണങ്ങളിൽ പറയുന്നു. കർത്താവ് എന്ന് യഹോവ എന്നും ഒക്കെ ബൈബിളിൽ പറയുന്നു. ഇതൊക്കെ ഹുദ എന്ന് ഹിന്ദിയിലും ഉറുദുവിലും ഒക്കെ പറയുന്നു. ഇതൊക്കെ ഈ ഏകദൈവത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. എന്നാൽ ഒരു ബഹുവചനമോ ഒരു സ്ത്രീലിംഗ പദമോ ഇല്ലാത്ത അള്ളാഹു എന്ന പദമാണ് അതിന് ഏറ്റവും ഫിറ്റായിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ പരബ്രഹ്മമെന്നോ യഹോവ എന്നോ ഒക്കെ ഭാരതീയ ദർശനങ്ങളിലും ബൈബിളിലും ഒക്കെ പറയുന്ന ഈ ഋഗ്വേദത്തിലെ വേദങ്ങളിലെ ആദ്യത്തേതാണ് ഋഗ്വേദം. അതിൽ ഓം എന്ന ശബ്ദം തന്നെ ഏകദൈവത്വത്തിന്റെ സൂചനയാണ് എന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്.
വിശ്വകർമാവ്, പ്രജാപതി എന്നൊക്കെ പുരാണങ്ങളിൽ വേറെയും ഏകദൈവത്തിന് പരാമർശമുണ്ട്. ഞാൻ ഓതിയത് ഖുർആനിലെ വാചകമല്ല, ഹദീസിലെ വാചകമല്ല, അറബി ബൈബിളിലെ വാചകമാണ്. ആ ദിവസങ്ങളിൽ അവൻ മലയിലേക്ക് പോയി എന്നതിന് ശേഷം എന്നിട്ട് പറയുന്നതാണ് അറബി ബൈബിൾ നോക്കിയാൽ അറിയാം. രാത്രി മുഴുവൻ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശു ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അതുപോലെ മറ്റൊരിടത്ത് അൻതും തുഅ്മിനൂന ബില്ലാഹ് ഫആമിനൂ ബി, do not let your hearts with troubled minds, നിങ്ങളെ ഹൃദയം നിങ്ങൾ അങ്കലാപ്പിലാകണ്ട, കലങ്ങണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ജോണിന്റെ സുവിശേഷത്തിൽ അൻതും തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക, വആമിനൂ ബി, എന്നിലും വിശ്വസിക്കുക എന്ന് യേശു പറയുന്നു. അപ്പൊ ഇതിലൊക്കെ ഏകദൈവത്തെ പരാമർശിക്കുന്ന വചനങ്ങളുണ്ട് എന്നതാണ് സത്യം. ഇങ്ങനെ ആദ്യ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെ ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ് സ്രഷ്ടാവ്. അവനിൽ വിശ്വസിക്കാൻ നാം ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നു. നമ്മോട് നിർബന്ധമായോ അല്ലാതെയോ അള്ളാഹുവിനെ എല്ലാ സൃഷ്ടികളും വഴിപ്പെടുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ഈ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞ്, ഈ സൃഷ്ടാവിനെ അറിഞ്ഞ്, ഈ രക്ഷിതാവിനെ അറിഞ്ഞ് നമ്മൾ പെരുമാറേണ്ടതാണ്. സൃഷ്ടാവ് എന്താണെന്നും ഖാലിഖ് എന്ന പദം, ക്രിയേറ്റർ എന്ന പദം എങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്നും, സസ്റ്റൈനർ, രക്ഷിതാവ് എന്ന പദം, റബ്ബ് എന്ന പദം എങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി നന്നായി ആലോചിക്കേണ്ടതും ഒക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരു ഖുതുബയിൽ പറയാവുന്നതാണ്. അള്ളാഹു നമ്മെ അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ജീവിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗാവകാശികളായ അടിമകളിൽ പെടുത്തുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ യൂണിറ്റ്, കാന്തപുരം KNM യൂണിറ്റ്, ഒക്ടോബർ 1-ാം തീയതി ബുധനാഴ്ച മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം നമ്മുടെ കുടുംബങ്ങളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഒരു മഹല്ല് സംഗമം വെച്ചിട്ടുണ്ട്. ഡോക്ടർ ഹുസൈൻ മടവൂരാണ് അതിന്റെ ഉദ്ഘാടനം. അബൂബക്കർ ഫാറൂഖി നന്മണ്ടയാണ് അതിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. എല്ലാവരും കുടുംബസമേതം അതിൽ സംബന്ധിക്കണമെന്നും ഭക്ഷണത്തോടെ പിരിയാവുന്ന വിധത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ യൂണിറ്റുകളും ഇപ്പോൾ നടന്നു വരുന്നതാണ്. അതിൽ നിങ്ങൾ പങ്കെടുക്കണം. കുറച്ച് സമയം നമ്മുടെ കുടുംബവുമായി സംവദിക്കുന്ന ആ വേദിയിൽ കുടുംബവുമായി നമ്മൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾ ഈമാനോടുകൂടി ജീവിപ്പിക്കുകയും മുസ്ലിമായി മരിപ്പിക്കുകയും ചെയ്യണമേ. ഈ പള്ളിയുടെ നിർമ്മാണത്തിലും ഇതിന്റെ ദൈനംദിന പരിപാലനങ്ങളിലും ഒക്കെ പങ്കുവഹിക്കുന്ന, ദേഹം കൊണ്ടും ധനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒക്കെ പങ്കുവഹിക്കുന്ന എല്ലാവർക്കും ഞാൻ അർഹമായ പ്രതിഫലം നൽകണേ നാഥ. ഞങ്ങളുടെ ഇടകളിലും മക്കളിലും മാതാപിതാക്കളിലും ഒക്കെ നീ ഖൈറും ബർക്കത്തും ചെയ്യണേ നാഥ. ഖുർആനുമായി അള്ളാഹുമായി അടുത്ത ഹൃദയവുമായി ജീവിക്കാനും ഞങ്ങളുടെ മനസ്സിൽ എല്ലായ്പ്പോഴും സംതൃപ്തിയും സമാധാനവുമായി ജീവിക്കാനും ഒക്കെ നിന്റെ അനുഗ്രഹം ഉണ്ടാവണേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്നും വലിയ താങ്ങാനാവാത്ത കഷ്ടപ്പാടുകളിൽ നിന്ന് ഞങ്ങളെ പെടുത്തല്ലേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, ഇണകൾ, സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, ഇവരെയൊക്കെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളോടൊപ്പം ഒരുമിപ്പിക്കണേ നാഥ.